ഓണം എന്ന് പറയുമ്പോൾ ഏതൊരു മലയാളിക്കും ഒരുപാട് നല്ല ഓർമ്മകളായിരിക്കും അല്ലേ? ഓണക്കോടിയുടുത്തും പൂക്കളമിട്ടും നല്ല സദ്യ കഴിച്ചും പ്രിയപ്പെട്ടവരോടൊത്ത് ആഘോഷിച്ച ഓരോ ഓണവും അത്രമേൽ സ്പെഷ്യലായിരിക്കും. എനിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകളാണ് ഓണക്കാലത്തെക്കുറിച്ച്. ആ കൂട്ടത്തിലേക്ക് വരുന്ന ന്യൂ അഡീഷൻ ഈ വർഷത്തെ ഓണം കുറച്ച് എക്സ്ട്രാ സ്പെഷ്യലാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ആർ ഫസ്റ്റ് ഓണം. ഇതാണ് ഞങ്ങളുടെ അപ്പച്ചിയും ചിറ്റപ്പനും അവരുടെ മക്കളും. സോ ഇത്തവണത്തെ ഞങ്ങളുടെ ഓണാഘോഷം ഇവരുടെ കൂടെയാണ്. ഇവരുടെ കൂടെ എന്ന് പറയുമ്പോൾ ഇവർ മാത്രമായിട്ടല്ല, ഇവരുടെ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഫാമിലി തന്നെ ഇവിടെ ഉണ്ട്, അവരുടെ എല്ലാവരുടെയും കൂടെ. ഒരു പ്രോപ്പർ വ്ളോഗിംഗ് രീതിയിൽ എടുത്തതല്ലാത്തത് കൊണ്ട് മിക്ക ക്ലിപ്സിനും ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇത്രയും നല്ല മെമ്മറീസ് തന്നൊരു ദിവസം ആ ഒരു റീസൺ കൊണ്ട് ഡോക്യുമെൻ്റ് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഇവിടെ പോസ്റ്റ് ചെയ്യാണ്. Thank you so much and happy Onam to everybody. It's so wonderful to be here and I really loved joining in the dance. I think it's what humans do best. It's dancing, singing and playing music together. So thank you for letting me be part of that. It's a real honor. ഒരുപാട് നല്ല കലാപരിപാടികൾ ഉണ്ടായിരുന്ന ഒരു ഇവൻ്റ് ആയിരുന്നു ഇത്. എല്ലാ ഫാമിലി മെമ്പേഴ്സും വളരെ ആക്റ്റീവായിട്ട് അവരവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതോടൊപ്പം വളരെ ആക്റ്റീവായ ഒരു ഓഡിയൻസും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പങ്കെടുക്കുന്നവരുടെ അതേ എക്സൈറ്റ്മെൻറ്റോടു കൂടി സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസ് ശരിക്കും ഒരു പ്രോഗ്രാമിനെ വളരെ എനർജറ്റിക് ആക്കി മാറ്റും എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റി. എല്ലാ പ്രോഗ്രാംസിൻ്റെയും കോറിയോഗ്രാഫി ഭയങ്കര രസമായിരുന്നു കാണാൻ. കുട്ടികളുടെ ഡാൻസസ് ആയാലും വലിയവരുടെ ആയാലും സോങ് സെലക്ഷനും സ്റ്റെപ്സും നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ. എല്ലാം ഒന്നിനൊന്നും മികച്ച പെർഫോമൻസസ് ആയിരുന്നു. പ്രത്യേകം എടുത്തു പറയാനാണെങ്കിൽ തിരുവാതിര യൂഷ്വലി നമ്മൾ കാണാറുള്ള വെരി സ്ലോ റിപ്പീറ്റഡ് സ്റ്റെപ്സിന് പകരം കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇവർ പ്രസൻറ്റ് ചെയ്തത്. അത് കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. അതേപോലെ ഓണം പ്രോഗ്രാംസിൻ്റെ അണിയറ വിശേഷങ്ങളെക്കുറിച്ചുള്ള ഒരു കോമഡി സ്കിറ്റ്, അതിൻ്റെ സൗണ്ട് മിക്സിങ്ങും എല്ലാവരുടെ അഭിനയമൊക്കെ കൊണ്ട് ജോക്സൊക്കെ നല്ലതായിട്ട് വർക്കായി എന്നുള്ളതാണ് അതിൻ്റെ സക്സസ്. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് വീഡിയോസ് അങ്ങനെ കാണിക്കാൻ നിവർത്തിയില്ല. എന്നാലും ഒരുപാട് ഇഷ്ടമായ 1-2 പെർഫോമൻസസിലെ ക്ലിപ്സ് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. കുന്നുമെല്ലാം കയറി പൂവരിച്ച് ആ കാലം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഓ എന്റെ ചേട്ടനാ, ചേട്ടന്റെ വീട് ചേർത്തലല്ലേ? അവിടെ എവിടെ കാലും മലയും കുന്നുമൊക്കെ. നാളെ കയ്യിൽ ഒരു $2000 കോൺട്രിബ്യൂഷൻ പ്രതീക്ഷിക്കണം. അതെ, ഒട്ടകത്തെ ഉണ്ടാക്കിയ പൈസ അത് തന്നെ. മാത്രമല്ല ഓണാഘോഷം കഴിഞ്ഞ് ചീഫ് ഗസ്റ്റും മെയിൻ സ്പോൺസർ കൂടി ഒരു ടീച്ചർ ഉണ്ടാകും.
അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയേക്കാണ്. കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു, ഡാൻസും പാട്ടും, കുറേ രസമുള്ള പരിപാടി ഉണ്ടായിരുന്നു. ചിറ്റപ്പൻ്റെ സ്കിറ്റ്, പിന്നെ അപ്പച്ചിയുടെ തിരുവാതിര, ഗെയിംസ്, ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഓണത്തിനൊക്കെ ഉള്ള യൂഷ്വൽ നമ്മുടെ നാരങ്ങ സ്പൂൺ, അതിൽ ഞാൻ തേർഡ് അടിച്ചു. പിന്നെ മ്യൂസിക്കൽ ചെയറിൽ ഞാൻ സെക്കൻഡ് അടിച്ചു, മെഡലൊക്കെ കിട്ടിട്ടോ. പിന്നെ തഗ് ഓഫ് വാറിൽ ഞാൻ എൻ്റെ ടീം ജയിച്ചു. അങ്ങനെ കുറേ അടിച്ചു പൊളിച്ചു. ആൻഡ് സദ്യ, കുറേ നാൾ കഴിഞ്ഞൊരു സദ്യ കഴിച്ചത്, വയറ് ഫുള്ളാക്കി സദ്യ കഴിച്ചു. കുറച്ച് സ്പേസ് വന്നപ്പോഴത്തേക്കും ചായയും ഉള്ളിവടയും കഴിച്ചു, മധുരത്തിനൊരു കേക്കും കഴിച്ചു. അങ്ങനെ ഫുൾ അടിച്ചു പൊളിച്ച് നമ്മൾ നല്ല ടയേർഡായിരിക്കുകയാണ്, പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. സോ ഫസ്റ്റ് ഓണം വാസ് റിയലി സ്പെഷ്യൽ. ഫസ്റ്റ് ഓണം. അങ്ങനെ താങ്ക്സ് ടു അപ്പച്ചി ആൻഡ് ചിറ്റപ്പൻ ഫോർ ഇൻവൈറ്റിംഗ് അസ്. എവിടെ അവർ ഇറങ്ങിയില്ല, അവരടിക്കിപ്പുറത്ത് അവിടെ ഫുൾ ക്ലീനിങ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര ഹാപ്പിയായി. ഇനി അപ്പോൾ ഞങ്ങളുടെ കൊടുത്തി ഞങ്ങളുടെ ഈ സെലിബ്രേഷൻ എൻജോയ് ചെയ്ത നിങ്ങൾക്ക് ഒരു താങ്ക്സ്. ഹാപ്പി ഓണം. യെസ്, ഹാപ്പി ഓണം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.
ഇവിടെ നമ്മൾ എന്ത് പരിപാടി നടത്തിയാലും നമ്മൾ യൂസ് ചെയ്ത പ്രിമൈസസ് ഫുള്ള് വൃത്തിയായി ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ തിരിച്ചു കൊടുക്കാൻ. സോ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് അത് ഫുൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ. ആൻഡ് ഇതാണ് നമ്മുടെ മിസ്റ്റി പെണ്ണ്. അപ്പച്ചിയുടെ വീട്ടിലേക്ക് ആര് വന്നാലും അവരെ കംപ്ലീറ്റ് ആയിട്ട് എൻ്റർടൈൻ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം മിസ്റ്റി സ്വയം അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അവളുടെ ടോയ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മളെ അവളുടെ കൂടെ അങ്ങ് കളിക്കാൻ കൂട്ടും. ശരിക്കും പറഞ്ഞാൽ ഒരു പെറ്റ് ഉള്ളതിനേക്കാളിലും 1-2 വയസ്സുള്ള ഒരു കുഞ്ഞുവാവയുടെ അടുത്ത് എത്തിയ പോലെയാട്ടോ മിസ്റ്റിയുടെ കൂടെ. നിന്നെ കൊണ്ടുവന്നില്ലേ സദ്യ കഴിക്കാൻ? മിസ്റ്റിക്ക് സദ്യ കിട്ടിയോ? മിസ്റ്റിക്ക് വ്ളോഗിൽ ഹായ് പറഞ്ഞു. പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. സാധനം എടുത്തുണ്ടോ? വാ അർപ്പിച്ചരാം. ഇല്ല അവിടെ മടുത്തു.